സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാഹമുള്ളവനായി തീരണം. ദാഹമുള്ളവനായി നമ്മൾ ഈ ദിവസങ്ങളിൽ ദാഹിക്കുന്നവൻ്റെ അരികിലേക്ക് ദൈവം എന്ത് ചെയ്യും? മർമ്മങ്ങളെ തുറന്നു തരും, അനുഗ്രഹത്തിന് ദർശനങ്ങളെ തുറന്നു തരും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം എൻ്റെ 20-21 വാക്യം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യം. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ ആമേൻ അഗാധവും ഗൂഢവുമായ വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിൽ ഉള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളോട് ആത്മാവിൽ ഹൃദയമായി സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ബലത്തോടെ ഞങ്ങളെ ഈ പ്രഭാതത്തിൽ മടക്കി വിടുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഈ ദിവസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ പേര് മാറ്റുന്നത് എന്തിനാ? വൈ ഡു ഗോഡ് ചേഞ്ച് അവർ നെയിം? ആമേൻ. മനുഷ്യനിട്ട പേരുണ്ട്, അപ്പനിട്ട പേരുണ്ട്. ആമേൻ. ഭവനത്തിൽ നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്, ദേശത്ത് നമ്മളെ വിളിക്കുന്ന പേരുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ പേര് മാറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കണം. God will set a new name upon us. അപ്പോൾ ദാനിയേൽ പറയുന്നു, കാലങ്ങളെയും സമയങ്ങളെയും, He changes times and seasons. ഈ നാളുകളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത യാത്രയിൽ ദൈവം നമ്മളുടെ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും, ദൈവം നമ്മുടെ പേര് മാറ്റുവാൻ ഒരുങ്ങിയിരിക്കുന്നതിനാൽ സ്തോത്രം. ആമേൻ. രാജാക്കന്മാരെ ഉയർത്തുകയും നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്ന ദൈവം. അപ്പോൾ സ്തോത്രം, ഒരിക്കൽ ഒരു നന്മ ലഭിച്ചെന്ന് വിചാരിച്ച് അവിടെ നിൽക്കാനുള്ളതല്ല. ദൈവം ഇതിനേക്കാൾ ശ്രേഷ്ഠമായത് തരുവാൻ ദൈവം വിശ്വസ്തനാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അതിൻ്റെ പൂർത്തീകരണം നമ്മൾ കണ്ടേ മതിയാകും. ഒന്ന് പറഞ്ഞാട്ടെ, പൂർത്തീകരണം കണ്ടേ മതിയാകും. സ്തോത്രം. നമുക്ക് നല്ലൊരു നന്മ ലഭിച്ചെന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു വിടുതൽ ലഭിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയല്ല. അവൻ മേൽക്കുമേൽ നമ്മളെ ബലം പ്രാപിച്ച് പുറത്ത് കൊണ്ടുവരുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സോ ഹി ചേഞ്ചസ് ദ സീസൺസ്. ആമേൻ. ഹല്ലേലൂയ. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ദൈവം നമ്മളെ കഴിഞ്ഞ നാളുകൾ നമ്മൾ എങ്ങോട്ട് പോയോ അവിടെ നിന്ന് നമുക്കൊരു ഡൈവേർഷൻ, ഒരു ഡിസ്ട്രാക്ഷൻ കൊണ്ടുവന്ന്, അബ്രഹാമേ, നീ ലോത്തിൻ്റെ കൂടെ പോകേണ്ടിയവനല്ല, നീ നിന്റെ നന്മ ഏലിയാസറിനുള്ളതല്ല. ദൈവം എന്ത് ചെയ്തു? കാലാകാലങ്ങളിൽ അബ്രഹാമിൻ്റെ വഴി കട്ട് ചെയ്ത് ദൈവം യാത്ര തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ചില യാത്രകളുടെ നടുവിൽ ആയിരിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, ആമേൻ, നിന്റെ ടേണിംഗ് പോയിന്റുകൾ ഈ ദിവസം നിന്റെ മുമ്പിലുണ്ട്. നിന്നെ ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം, നിന്നെ ചില കൺഫ്യൂഷൻ അകത്ത് നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇതാണ് സീസൺ. ഈ സീസണിലേക്ക് നീ ഇറങ്ങാൻ പോകുന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഉണങ്ങി വരേണ്ട ദേശത്ത്, സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ടാ. സീസൺ അറിയുമ്പോൾ മനസ്സിലാക്കണം. സീസണിലേക്കും കാലങ്ങളിലേക്കും സമയങ്ങളിലേക്കും വരുമ്പോൾ നമ്മൾ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടല്ല യാത്ര ചെയ്യുന്നത്. ദൈവ ശബ്ദം കേട്ട് യാത്ര ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഉണങ്ങി വരേണ്ട ദേശത്ത് നീ കാല് വെച്ചാലും അവിടുന്ന് ദൈവ ഉറവകളെ തുറക്കുമെന്ന് നീ അറിയുമെങ്കിൽ ആത്മാവിന്ന് വിളിച്ചു പറയുന്നു, ഇറ്റ് ഈസ് യുവർ ടൈം, ഇറ്റ് ഈസ് യുവർ സീസൺ. നീ ഒരു നന്മ കാണേണ്ടതാണ്, നീ ഒരു അനുഗ്രഹം പ്രാപിക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ മുമ്പിൽ നീ വന്ന് നിൽക്കുമ്പോൾ നിന്നോട് പോരാടുന്ന ശക്തികൾ നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ നോക്കുമ്പോൾ ഇന്ന് പൗലോസ് ചിലതിനെ കുടഞ്ഞു
കളഞ്ഞതുപോലെ ആത്മാവിൽ ചിലതിനെ കുടഞ്ഞു കളഞ്ഞിട്ട് പറയണം, ഇതെന്നെ തകർക്കുന്നതല്ല, ഈ ബന്ധനം എന്നെ ഉയർത്തുന്നതാണ്. ആമേൻ. ഈ പ്രതികൂലം എന്നെ തകർക്കുവാനുള്ളതല്ല, ഈ പ്രതികൂലം എന്നെ ഉയർത്താനുള്ളതാ. ഓരോ വെല്ലുവിളികളുടെ സീസണിനകത്തും ദൈവത്തിനൊരു ഉയർച്ചയുടെ തലം തുറന്നു തരാനുണ്ട്. എന്താണ്? അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്ന ദൈവം. ലോകത്തിന് കാണാൻ പറ്റാത്തത് ദൈവം നിന്നെ കാണിക്കും എന്ന് പറഞ്ഞാട്ടെ. ലോകം അറിയാത്തത് നീ അറിഞ്ഞു തുടങ്ങുമ്പോൾ, ലോകം കാണാൻ പറ്റാത്തത് നിന്നെ കുറിച്ച് ബോധ്യം വരുമ്പോൾ, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അകത്തുനിന്ന് പുറത്തുവെടുത്തു. I will take you out from the depth of the trenches. ആമേൻ. അഗാധവും ഗൂഢവുമായി കിടക്കുന്ന ദൈവത്തിൻ്റെ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം എത്തിയില്ലേ? അടുത്ത വാക്യം 22. അവൻ അഗാധവും ഗൂഢവും. He will reveal the depth, deep and the secret things. ഇതുവരെ നീ കാണാത്തത്, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുള്ളത്, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് ദൈവം റിവീൽ ചെയ്യണമെങ്കിൽ നിന്നെ കൊണ്ടുവന്ന് എവിടെ ഇരുത്തണം? ഇരുട്ടിൽ കൊണ്ടുവന്നിരുത്തും. ആമേൻ. നിന്നെ ചില ഇരുട്ട് മുറിക്കകത്ത് കൊണ്ടുവന്ന് ദൈവം എഴുത്തും. ചില ഇരുളിൻ്റെ അവസ്ഥകൾ കൊണ്ട് നിരുത്തും. ചില തകർച്ചകളുടെ നടുവിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, ആമേൻ, ഞാൻ നിനക്ക് ചിലത് റിവീൽ ചെയ്യാൻ പോകുകയാണ്. നീ വിചാരിക്കും നീ ഒരാൾക്ക് നന്മ ചെയ്യുന്നതാണല്ലേ, നിന്റെ നന്മയെ ചോർത്തിക്കളയുന്ന എല്ലാ കെട്ടുകളും ഇന്ന് അഴിയണം. ആമേൻ. നീ വിചാരിക്കും ഒരാൾക്ക് നീ നന്മ ചെയ്യുന്ന നല്ല, സ്തോത്രം, ദൈവം അത് വെളിപ്പെടുത്തും. നിന്റെ നന്മയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിന്റെ ഭവനത്തിൽ വെളിപ്പെടേണ്ടത്. ആഴത്തിലുള്ളത്, അഗാധമായതും ഗൂഢവുമായതിനെ ദൈവം സീസൺ ആകുമ്പോൾ ദൈവം വെളിപ്പെടുത്തും. സീസണിലേ അത് വെളിപ്പെടുത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സീസണുകളിൽ ദൈവം എന്ത് ചെയ്യും? ചിലത് റിവീൽ ചെയ്യും, അല്ലേ? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹാഗാർ നിന്ന സീസൺ, ഹാഗാറിൻ്റെ സീസൺ തീർന്നെന്ന് വിചാരിച്ചു. തലമുറയുടെ സീസൺ തീർന്നെന്ന് വിചാരിച്ചു. പക്ഷെ നിന്നിടത്ത് എന്തുണ്ടായിരുന്നു? ഉറവയുണ്ടായിരുന്നു. നിന്റെ സീസൺ, നീ എവിടെ തീരുമെന്ന് ലോകം പറഞ്ഞതിൻ്റെ നടുവിൽ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ സീസൺ മാറ്റാൻ പോകുകയാണ്. നീ നിൽക്കുന്ന അടുത്ത് തന്നെ ദൈവ സീസൺ മാറ്റും. എന്താണ്? ദൈവം കാലങ്ങളെയും സമയങ്ങളെയും വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിലുള്ള നന്മ നമ്മളെ ഒരു ലെവൽ വരെ അനുഗ്രഹിക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഒരു വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം ആ സീസണിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. ചിലതൊന്നും, ആമേൻ, ഹല്ലേലൂയ, അറിയാതെ ആ സീസണിലേക്ക് പോകുന്നല്ലേ. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സീസണിലേക്ക്, 2025, ആമേൻ, എൻ്റെ നാവിൽ ഇപ്പോഴും 2024 എന്നാണ് കിടക്കുന്നത്. എൻ്റെ ചില സമയത്ത് ഞാൻ 24 എന്ന് എപ്പോഴും ചിന്തിക്കുന്നു. പക്ഷെ 2025 നമുക്ക് തീരാറായി, ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, ഈ 3 മാസം കൊണ്ട് ഈ 9 മാസം ചെയ്തതിനേക്കാൾ അധികം ചെയ്യിപ്പാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. സോ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്, അല്ലേ? ദൈവ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ ദൈവം പറയുന്നു, എന്താണ്? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം, ആമേൻ, ആകാശത്തെയും ആകാശവിധാനങ്ങളെയും ഉണ്ടാക്കിയ ദൈവം ഒരു കാര്യം നമ്മളോട് പറയുന്നു, നിനക്ക് സകലത്തെ നിയന്ത്രിപ്പാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചൊരു ഭാഗമാണ്. എന്താണ്? സൂര്യനോടും ചന്ദ്രനോടും യോശുവ ചലിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ നിശ്ചലമായി നിന്നെങ്കിൽ, ആമേ, ആകാശത്തെയും ആകാശവിധാനങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മുടെ കരത്തിലേക്ക് ചിലത് തന്നിട്ട് പറയുക, ഞാൻ നിനക്ക് അധികാരം തരുന്നൊരു സീസണാണ്. ഇതുവരെ നീ കരഞ്ഞത്, ആമേൻ, നീ പ്രാർത്ഥിച്ചതല്ല, ഇനിയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു സീസണിൽ നിന്ന് വ്യത്യസ്തമായി ചിലതിനോട് പറയുന്നൊരു സീസണിലേക്ക് ഇറങ്ങട്ടെ. ചിലതിനോട് സംസാരിക്കുന്ന സീസണിലേക്ക് ഇറങ്ങണം. ഓ, പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. യു ആർ ഗോയിങ് ടു സ്പീക്ക് ടു സംതിങ് ഇൻ യുവർ ലൈഫ്. നീ ചിലതിനെ നോക്കി നീ പറയാൻ പോകുകയാണ്.
നീ ചിലതിനോട് നോക്കി നീ പറയാൻ പോകുക, കൽപ്പിക്കാൻ പോകുകയാ. ലാസറെ നീ എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് പോലെ നിന്റെ സീസണിനകത്ത് നിന്നുകൊണ്ട് നീ കരയുന്ന സീസൺ അല്ല, ചോദിക്കുന്ന സീസൺ അല്ല, കൽപ്പിക്കുന്ന സീസണിലേക്ക് ആത്മാവ് നിന്നെ കൊണ്ടുപോകുന്നതിനാൽ ദൈവം ചില സീസണിനകത്ത് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ മനസ്സിലാക്കണം, സീസണിനകത്തും ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ അല്ലേ? നടുവാനൊരു സീസൺ, നനപ്പാനൊരു സീസൺ, വിളവെടുക്കുവാനൊരു സീസൺ. നീ നീ ആമേൻ അധ്വാനിച്ചതും നീ പ്രയത്നിച്ചതും നീ വിശ്വാസത്താൽ ജീവിച്ചതും നീ പ്രാർത്ഥിച്ചതും നീ കരഞ്ഞപ്പോൾ നീ വെള്ളം നനയ്ക്കുകയും ചെയ്തു, നീ സ്തോത്രം ചെയ്തപ്പോൾ വിശ്വാസത്താൽ കൽപ്പിച്ചു കൊണ്ടിരുന്നു. നീ പറഞ്ഞു ഇത് മരിക്കത്തില്ല, ഇത് മരിക്കത്തില്ല, ഞാൻ ഇട്ട വിത്ത് മരിക്കത്തില്ല, എൻ്റെ അകത്ത് കിടക്കുന്ന ദൈവകൃപ മരിക്കത്തില്ല, എന്നെ വിശ്വാസം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, ഈ നാളുകൾ ഇതുവരെ കാത്തിരുന്നതിന് വേണ്ടി, ഇതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതിന്, ആമേൻ ഹല്ലേലൂയ, ഏലിയാവ് ആമേൻ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനെങ്കിലും അവന്റെ ശ്രദ്ധേറിയ പ്രാർത്ഥന യഹോവ കേൾക്കുക മാത്രമല്ല, മഴ പെയ്യാതിരിക്കേണ്ടതിന്, മഴ പെയ്യാനിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥിച്ചെങ്കിൽ അത് ദൈവം തുറക്കുന്ന ദൈവമാകിയാൽ, ഓ നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന. ഓ ചിലതൊക്കെ നീ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ നിലനിർത്തണമെന്ന്, അല്ലേ? ഗോഡ് എന്നെ പിടിച്ചു നിർത്തണം, ഞാൻ മുങ്ങിപ്പോകും. പത്രോസ് പറഞ്ഞു, ഗുരു, ശിഷ്യന്മാരെന്താ പറഞ്ഞു? യജമാനനെ, ഗുരുവേ, ഞങ്ങൾ മുങ്ങിപ്പോകുന്നത് നീ അറിയുന്നില്ലേ? യേശുവിനെ തട്ടി ഉണർത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാലം, പ്രതികൂലത്തിൻ്റെ ഒരു കാലം. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കർത്താവ് നടന്ന് വെള്ളത്തിന് മീതെ നടന്നു വന്നപ്പോൾ പത്രോസിനോട് പത്രോസ് പറഞ്ഞു, ഞാൻ വെളിയിൽ ഇറങ്ങട്ടെ, നടക്കട്ടെ. ചിലതിനോട് പറയുവാനൊരു സീസൺ, ചിലതിന് മീതെ നടക്കുന്ന ഒരു സീസൺ. ഓ ഹൽഖബ റുഷന ഹന്തനെ ആമേൻ ഹല്ലേലൂയ. വെള്ള പ്രതികൂലമാണെങ്കിൽ, ആമേൻ കവിഞ്ഞൊഴുകുന്ന യോർദാൻ നിനക്ക് പ്രതികൂലമാണെങ്കിൽ, അതിൻ്റെ മുമ്പിൽ മോശെ പോലെ ചെങ്കടലിന് മുമ്പിൽ വിലപിച്ചൊരു സീസൺ ഉണ്ട്. പക്ഷേ ചെങ്കടലിൻ്റെ മുമ്പിൽ വടി ഉയർത്തിയൊരു സീസൺ ഉണ്ട്. ആമേൻ കവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ ഇതെങ്ങനെ കടക്കുമെന്ന് ചോദിച്ച ഒരു സീസൺ ഉണ്ട്. പെട്ടകം ചുമന്ന് അതിൻ്റെ കൂടെ നടുവിൽ കൂടെ ഉണങ്ങിയ നിലത്തിൽ കൂടെ കടന്നുപോയ ഒരു സീസണുമുണ്ട്. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. പലരും ചോദിച്ചു, ഈ കവിഞ്ഞൊഴുകുന്ന യോർദാനിൽ കൂടെ ഞാൻ എങ്ങനെ വാഗ്ദത്ത ദേശത്ത് ചെല്ലുമെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, ഏലിയാവേ, നിന്റെ പുതപ്പെടുത്ത് അടിക്കുക, ഞാൻ അതിനെ രണ്ടായി പിളർത്തും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഈ നാളുകളിൽ നിന്റെ മുമ്പിൽ കാണുന്ന പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെടുന്ന സീസൺ കഴിഞ്ഞു, വിശ്വാസം പറയുന്ന സീസൺ കഴിഞ്ഞു, ആമേൻ ഉപവസിക്കുന്ന സീസൺ കഴിഞ്ഞു, പുതപ്പെടുത്ത് അടിക്കുന്ന സീസണിലേക്ക് യേശുവിന്റെ നാമത്തിൽ, ഓ പുതപ്പെടുത്തടിക്കുന്ന സീസൺ, ഓ പെട്ടകമെടുത്ത് ചെങ്കട, ഓ യോർദാൻ നദിയുടെ അതിന്മേൽ കാല് വയ്ക്കുമ്പോൾ ചിലത് ഉണങ്ങിയ നിലം പോലെ കടക്കുന്ന സീസൺ. നിന്റെ സീസണിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് അറിയണം. എന്നും ഈ വിഷയത്തിനകത്ത് കിടന്ന് കലങ്ങാനുള്ള സീസൺ അല്ല. He will change the times and seasons. He will change your path. അവൻ നിന്റെ വഴികളെ മാറ്റിമറിക്കുന്ന ദൈവമാ. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം മാത്രമല്ല, നിന്റെ നാവിൽ കൂടെ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ അത് നിന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകത്തക്കവണ്ണം ഒരു സീസണിനകത്ത്, ഒരു ദൈവ പ്രവർത്തിക്കകത്ത് സന്ധുരേ റിബാന ഹൻസര രാധര. ഓ ഫാദർ ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഞാൻ സീസൺ മാറ്റും. കാലങ്ങളെ നമ്മൾ ഇറ്റ് ഈസ് ബാഡ് ടൈംസ്. ഓ ഹല്ലേലൂയ. നമ്മൾ നോക്കിയാൽ, നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ, വി ഹാഡ് ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ്, അല്ലേ? പക്ഷെ ദൈവം പറയാ, സമയത്തിനൊരു പരിധിയുണ്ട്, സീസണിലൊരു അറുതികളുണ്ട്. ദൈവം ചില സീസണിനകത്ത് നമ്മളെ കൊണ്ടുപോകും. പരിശുദ്ധാത്മാ പറയുന്നു, നീ ഒരു സീസണിനകത്തോട്ട് കയറാൻ പോകുക. ആത്മാവ് അത് വെളിപ്പെടുത്തി പറയുന്നു, ഒരു സീസണിനകത്തേക്ക്
ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും കൊണ്ടുപോകുമ്പോൾ ഈ പ്രഭാതത്തിൽ പറയണം ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആ സീസണിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, ഇതുവരെ മനസ്സിൽ തോന്നാത്തത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത ദൈവിക പദ്ധതികളുടെ അകത്തേക്ക് ദൈവം എന്നെ പിടിച്ചിടുന്ന ഒരു സീസണിലേക്ക്, ആ കാരാഗ്രഹം പോലും എനിക്കൊരു അനുഗ്രഹത്തിന്റെ സീസണായി തുറക്കുന്നത് പോലെ ചിലതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നതല്ല, അതിന്റെ നടുവിൽ കൂടെ നീ നടക്കുന്ന ഒരു സീസൺ. നമ്മളെപ്പോഴും വിചാരിക്കും കർത്താവേ ഇതൊന്നും മാറിപ്പോകണം. മാറിപ്പോകത്തില്ല, ഇതിന്റെ നടുവിൽ കൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അത് മാറിപ്പോകത്തില്ല, അതിന്റെ നടുവിൽ കൂടെ. ഓ, ഇതിന്റെ നടുവിൽ കൂടെ. യെസ്, ആത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ഇതിന്റെ നടുവിൽ കൂടെ ഞാൻ നിന്നെ കൈപിടിച്ച് നടത്തും. Season in which he will teach you to walk in the wilderness. മരുഭൂമിയിൽ കൂടെ നീ നടന്നതാ. നിനക്ക് വേണ്ടി കർത്താവ് ഒത്തിരി കരുതിയതല്ലേ? സ്തോത്രം. പക്ഷേ നീ വിചാരിക്കും കർത്താവ് ഇത് മാറിപ്പോകണം, ഇത് മാറിപ്പോകണം. ഇല്ല, കർത്താവ് പറഞ്ഞു മാറിപ്പോകത്തില്ല. അതിൻ്റെ നടുവിൽ നീ അധികാരമുള്ളവനായി നടക്കുന്നൊരു സീസൺ. ഇത് നിന്നെ തൊടുകത്തില്ല, ഇതെന്നെ തൊടത്തില്ല, ഇതെൻ്റെ ഭവനത്തെ തൊടുകയില്ല. എനിക്ക് ചുറ്റും എൻ്റെ വശത്ത് 1000 പേരും എൻ്റെ വലതുവശത്ത് 10,000 വീഴും, എങ്കിലും ഇതൊന്നും എന്നോട് അടുത്ത് വരത്തില്ല. അതേ ഒരു സീസൺ അകത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം. അല്ലേ? എന്തിനാ അങ്ങനെ ഒരു സീസൺ? യു വിൽ കം ഔട്ട് സ്ട്രോങ്ങർ. നീ ക്ഷീണിച്ചവനായി ആ സീസൺ അകത്തൊന്ന് പുറത്തു വരത്തില്ല, നീ ബലമുള്ളവനായി പുറത്തു വരും. നീ മനസ്സിലാക്കും യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് അറിയേണ്ടതിന് അവൻ നിന്നെ വലങ്കരം പിടിച്ചു എന്നല്ല, നിന്നെ കയ്യിൽ താങ്ങി നിന്നെ അതിനകത്തുകൂടെ ദൈവം കൊണ്ടുപോരും. അല്ലേ? ചില സീസൺ അങ്ങനെ. ദാനിയേലിനോട് ചോദിച്ചാൽ പറയും, ദാനിയേലിൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ പറയും, ശദ്രയ്ക്ക് മേശയ്ക്ക് അബേദഗോമേ, നിനക്കൊരു സീസൺ ഉണ്ടായിരുന്നല്ലോ. അതെ, ഒരു സീസൺ ഉണ്ടായിരുന്നു. എന്താണ്? ഞങ്ങളെ ബന്ധിച്ചു, ശത്രു ഞങ്ങളെ ബന്ധിച്ചു. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ബന്ധനം അനുഭവിച്ചു. അതുമാത്രമല്ല, അവരെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്തിനാ? അവരെ കൊണ്ടുപോയി തീച്ചൂളയ്ക്കകത്തിടണമെന്ന്. ആ തീയുടെ ആഴം 7 വട്ടം കൂട്ടി. നിന്റെ പ്രതികൂലം കൂടുന്തോറും നിന്റെ വിടുതലിൻ്റെ അനുഗ്രഹം വലുതാണെന്ന് അറിയണം. താമസിച്ചാലും അത് വരും നിശ്ചയം. പറഞ്ഞാട്ടെ, അതരം തുറന്ന് പറഞ്ഞാട്ടെ, താമസിച്ചാലും വരും നിശ്ചയം. അതിൻ്റെ സമയം തെറ്റിപ്പോകത്തില്ല, അതിൻ്റെ മാറ്റം വരികയില്ല. യഹോവ പറഞ്ഞെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ആരൊക്കെ എന്നോട് എന്തൊക്കെ എതിർത്താലും എൻ്റെ യേശു പറഞ്ഞെടുത്ത് അവൻ വിടുതൽ വെളിപ്പെടുത്താതിരിക്കത്തില്ല. A season in which you will walk in the midst of the wilderness. The season in which you will walk in the midst of the fiery furnace. ആമേൻ. തീച്ചൂളയുടെ നടുവിൽ കൂടെ നീ നടക്കുന്ന ഒരു കാലം. എന്നാൽ ഇത് നിന്നെ തൊടത്തില്ല. പറഞ്ഞാട്ട് ഇതെന്നെ തൊടത്തില്ല. യെസ്, ശംഭോ റീഖമ ഹസ്സന. അതെ, നിന്നെ തൊടാതെ. ആമേൻ. നമ്മളതിലെ കർത്താവ് പറഞ്ഞു, നിന്റെ തലയിലെ ഓരോ മുടികളും എണ്ണപ്പെട്ടിരിക്കുന്നു. അല്ലേ? തീച്ചൂളയുടെ നടുവിലും നിന്നെ തൊടാതെ വണ്ണം അവൻ നിന്നെ മറയ്ക്കുന്ന ഒരു സീസണായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചിലതിനെ മടക്കി തരുന്ന ഒരു സീസൺ. ഓ, എഴുതി വെച്ചോ. അപ്പോസ്തലപ്രവൃത്തി 1:6 വായിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തെയോ രാജ്യം യഥാസ്ഥാനമാക്കുന്നതോ എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ ആമേൻ, സ്തോത്രം. എന്നാണ് ഇത് റിസ്റ്റോർ ചെയ്യുന്നത്? ആമേൻ. ചിലത് മടങ്ങി വരാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവം പറയുക, നിന്നെ ശത്രുവിൻ്റെ നടുവിൽ കൂടെ നടത്തി, തീച്ചൂളയുടെ നടുവിൽ കൂടെ നടത്തുന്നത് എന്താണെന്നറിയാമോ? ശത്രുക്കൾ കാണുകയെ ഞാൻ നിനക്ക് വിരുന്നൊരുക്കുന്ന ദൈവം എന്ന് അറിയേണ്ടത്. നിനക്ക് ചിലത് മടക്കി തരുമ്പോൾ ആര് കാണണം? നിനക്കത് ലഭിക്കരുതെന്ന് പറഞ്ഞ ശത്രു കാണണം.
പറഞ്ഞാട്ടെ, എനിക്ക് ദൈവം റിസ്റ്റോർ ചെയ്ത് തരാൻ പോകുകയാണ്. ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. ഒരു സീസണിനകത്ത് ദൈവം എനിക്ക് റിസ്റ്റോർ ചെയ്യുന്ന സീസണാ. ദൈവം എനിക്ക് മടക്കി തരുന്ന, ഓ യെസ്, ആമേൻ ആമേൻ, ദൈവം എനിക്ക് മടക്കി തരുന്ന ഒരു സീസൺ. ഇന്ന് പറഞ്ഞാട്ടെ, കരം ഉയർത്തി പറഞ്ഞാട്ടെ, എനിക്ക് റിസ്റ്റോർ ചെയ്യുന്ന സീസൺ. നഷ്ടങ്ങളെ ലാഭമാക്കുന്നതല്ല, എനിക്ക് മടക്കി തരുന്നത്. പറഞ്ഞാട്ടെ, അതിനെ തുറന്ന് പറഞ്ഞാട്ടെ, ഓ ചെങ്കടലിന്റെ നടുവിൽ, ആമേൻ, ഹലോ, യോർദാന്റെ നടുവിൽ എനിക്ക് റെസ്റ്റോറേഷൻ തരുന്നൊരു ദൈവം. ഈ നഷ്ടങ്ങളെ ലാഭമാക്കുന്നത് നല്ലതാ, പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മടക്കി തരുന്നത് ചിലവരൊക്കെ കാണണം. നിന്റെ ഭവനത്തെ നോക്കി പറഞ്ഞവർ കാണണം, നിന്നെ നോക്കി വെല്ലുവിളിച്ചവർ കാണണം, നിന്നെ നോക്കി ആമേൻ ഹല്ലേലൂയ കുറ്റം പറഞ്ഞവർ കാണത്തക്കവണ്ണം ദൈവം ചിലതിനെ റെസ്റ്റോർ ചെയ്യട്ടെ. ഇന്ന് ഞാൻ പ്രവചിച്ച് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ സഭയെ ദൈവം റെസ്റ്റോർ ചെയ്യട്ടെ, തലമുറകളെ ദൈവം റെസ്റ്റോർ ചെയ്യട്ടെ, കുടുംബങ്ങളെ ദൈവം റെസ്റ്റോർ ചെയ്യട്ടെ. നഷ്ടങ്ങളുടെ കണക്കല്ല, റെസ്റ്റോറേഷന്റെ കണക്കുകൾ ദൈവം റെസ്റ്റോർ ചെയ്യുകയാണ്. എവിടൊക്കെ നിനക്ക് നഷ്ടത്തിന്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടോ, He's saying, I'm going to restore you. ആമേൻ. എന്തിനാ? കർത്താവ് പറഞ്ഞു, അതിൻ്റെ കാലങ്ങളെയും സമയങ്ങളെ നീ അറിയണ്ട, പക്ഷെ നീ എന്തിനു വേണ്ടി കാത്തിരിക്കണം? 9-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ. Who will open this season? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആ വാതിൽ ആര് തുറക്കും? പരിശുദ്ധാത്മാവ് തുറക്കും. കർത്താവ് പറഞ്ഞു, കർത്താവിനോട് ചോദിച്ചു, ഇസ്രായേലിന്റെ മഹത്വം എന്ന് തിരിച്ചു വരും, ഇസ്രായേൽ ജനം എന്ന് മഹത്വത്തോടെ തിരിച്ചു വരും. കർത്താവ് പറഞ്ഞു, ആ സമയം എനിക്ക് അറിയത്തില്ല, പക്ഷെ ആര് വരും? പരിശുദ്ധാത്മാവ് വരും. ഈ വാക്യം പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നവരാണ്, പക്ഷെ ഇന്ന് ആത്മാവ് സീസണിനെ കുറിച്ചാണ് പറയുന്നത്. സീസൺ ഇസ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? അത് നിന്നെ മേൽ വന്ന് വെളിപ്പെടും. When the Holy Spirit has come upon you, you shall receive power. എന്താണ്? ഇതുവരെ ഇല്ലാത്തത് പ്രാപിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചിലതിനെ തുറക്കുന്നതിനാണ്. ഈ സീസണിനകത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതുവരെ പ്രാർത്ഥിച്ചതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടായിരിക്കും വെളിപ്പെടുന്നത്. അല്ലേ? ശിഷ്യന്മാരോട് ചോദിച്ചു നോക്ക്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവ്. ഇവരെന്തോ പ്രാർത്ഥിച്ചെന്നോ ഇവർക്ക് അറിയത്തില്ല, അല്ലേ? അറിയാമോ? ക്യാൻ എനിബഡി സേ? അല്ലേ? അവരറിഞ്ഞോ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷയെ സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് അവരറിഞ്ഞോ? ഇല്ല. അവരൊരു കാര്യം മാത്രം കേട്ടു, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണമെന്ന്. നിങ്ങൾ ഒരു കാര്യമേ കേട്ടുള്ളൂ, ദൈവശബ്ദം മാത്രമേ കേട്ടുള്ളൂ, കാത്തിരുന്നതേ ഉള്ളൂ. പക്ഷെ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിച്ചതുപോലെ ആകത്തില്ല. അസാധാരണമായ ഒരു വഴി ദൈവം തുറക്കുന്നതിനാണ്. ഇതുവരെ ആമേൻ അവര് നമ്മളിതിലെ മുക്കുവന്മാരും ചുങ്കക്കാരും ആമേൻ ആ ലോകത്തിന്റെ വഴിയിൽ നടന്നവർ എല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുക. They are waiting for the Holy Spirit. അവർ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് എന്നുള്ള വാഗ്ദത്തത്തിന് വേണ്ടി വരും. യേശു പറഞ്ഞു, ഞാനിരുന്നു. We all are like that. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ കാത്തിരിക്കുന്നു. അല്ലേ? ഇല്ലയോ? അല്ലയോ? അങ്ങനെ ആയിരിക്കുന്നവർ സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഞാൻ ഐ എം വെയിറ്റിംഗ് അപ്പോൺ ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് വരുന്ന സീസൺ ആർക്കും അറിയത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, കാലങ്ങളെയും സമയങ്ങളെയും അറിഞ്ഞ് നമ്മൾ ഒരുങ്ങണം. വി ആർ പ്രിപ്പയറിങ്. ഗോഡ് ഇസ് നമ്മളെത്തില്ല. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെളിപ്പെടുന്ന ദൈവ മഹത്വം നമ്മളിൻ്റെ വെളിപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹീസ് പ്രിപ്പയറിങ് അസ്. അല്ലേ? ഓരോ കൂട്ടായ്മയിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപയും ദൈവവചനത്തിൻ്റെ വെളിപ്പാടും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആഴങ്ങളിൽ തിരിച്ചറിയും, ഗോഡ് ഈസ് പ്രിപ്പയറിങ് സംതിങ്, ഹി ഈസ് കുക്കിംഗ് സംതിങ്. ഇന്ന് നമ്മൾ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് നമ്മളെ എന്തിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാത്ത ചില വാഗ്ദത്തങ്ങൾ, മറന്നുപോയതും ആമേൻ ഉപേക്ഷിച്ചത്, മറന്നതും ചിലതൊക്കെ ഉപേക്ഷിച്ച് എഴുതിത്തള്ളിയ വാഗ്ദത്തങ്ങളാ. ദൈവം പറയുന്നു, ഇല്ല, ഞാൻ മറന്നിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞെങ്കിൽ അതിനെ ഇന്ന് ആഴങ്ങളിൽ നിന്നും, ഫ്രം ദ ഡീപ്പ് ഓഫ് ദ ഡാർക്ക്നെസ്, ഫ്രം ദ ഡെപ്ത് ഓഫ് ദ ഡാർക്ക്നെസ്, അതിനെ ദൈവം പുറത്തെടുക്കും. ദൈവം പറയുന്നു, ആഴങ്ങളിൽ
ആഴങ്ങളിൽ കിടക്കുന്നതിനെ, ഗുപ്ത നിധികളെ അവൻ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. When the Holy Spirit is coming upon thy church, അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയപ്പോൾ അവരറിയാതെ തന്നെ അവർ അസാധാരണമായ മനുഷ്യരായി തീർന്നു. God chose ordinary people to do extraordinary things എന്നല്ല, to do supernatural things. ആമേൻ. നിന്നെ കൊണ്ട് നിന്റെ കഴിവിനെ അപ്പുറം ചെയ്യാൻ കഴിയുന്നതിനെ ചെയ്യിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് the new season and new times is opened by the Holy Spirit. ആമേൻ. എന്നോട് കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? കാലങ്ങളെയും സമയങ്ങളെയും തുറക്കും. നമ്മൾ അതിൻ്റെ ഡോർ സ്റ്റെപ്പിലാണെന്ന് വിശ്വസിക്കണം. God is going to open a new revival. ദൈവം നമ്മുടെ ഭവനത്തിനകത്തൊരു പുതിയ വഴി തുറക്കാൻ പോകുകയാണ്. അവൻ നമ്മുടെ മുമ്പിൽ ഒരു പുതിയ സീസണിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ആ പരിശുദ്ധാത്മാവ് ഇതുവരെ നമ്മളെ ഈ സീസണിനകത്തേക്ക് ചെല്ലുമ്പോൾ അല്ലേ, നമ്മൾ ഈ മഴയുടെ സീസൺ വരുന്നത് എങ്ങനെ അറിയുന്നത്? ഇച്ചിരി കോളൊക്കെ കാണും അല്ലേ, ഇച്ചിരി തണുത്ത കാറ്റൊക്കെ അടിക്കും. അപ്പോൾ എവിടെയോ മഴ പെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയും എവിടെയൊക്കെയോ മഴ പെയ്യുന്നു, അടുത്ത് തന്നെ മഴ പെയ്യും. ആ തണുപ്പ് ടെമ്പറേച്ചറൊക്കെ ഇച്ചിരി ഒന്ന് ഡൗൺ ആവുന്നു, ഇച്ചിരി മോയിസ്റ്റ്, ഇച്ചിരി ഒരു ഫോഗൊക്കെ കാണുന്നു. അതെ, സീസൺ മാറുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കൊത്തവണ്ണം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? യെസ്, വി ആർ കമ്മിങ് ഇൻ ടു എ സീസൺ. ഒരു പുതിയൊരു സീസണിൻ്റെ അകത്ത് നമ്മൾ എത്തുകയാണ്. ആമേൻ. ഈ സീസണിനകത്ത് എത്തുന്നത് നമ്മൾ പോലെ അറിയത്തില്ല. വി ജസ്റ്റ് എൻജോയിങ് ഹിസ് പ്രസൻസ് അല്ലേ. ദൈവത്തിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ആ സീസണിനകത്തേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ആ സീസണിനകത്ത് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. അതാര് റിസീവ് ചെയ്യും? എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഈ നമ്മളെത്തില്ല അപ്പോസ്തലന്മാർ, എനിക്കെപ്പോഴും ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, നമ്മളൊന്നും അല്ല അവരുടെ മുമ്പിൽ. അവർ കാത്തിരുന്നു എന്തിനു വേണ്ടി? ഒരു വാഗ്ദത്തം. ഈ വാഗ്ദത്തം വന്നപ്പോൾ ഇവരെന്തു ചെയ്യുമെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അവരെ എങ്ങെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. യു ഡോണ്ട് നോ who you are and what you are, but when the Holy Spirit will come upon you, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിന്നോട് കൂടെ ആര് നിൽക്കും? പരിശുദ്ധാത്മാവ് നിൽക്കും. നിങ്ങളോട് കൂടെ ആര് നിൽക്കും? ദൂതന്മാർ നിൽക്കും. നിങ്ങളുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങളുടെ റുമാലുകൾ ചിലരുടെ ജീവിതത്തിൽ വീഴുമ്പോൾ അവർ അത്ഭുതം, വിടുതൽ സംഭവിക്കും. നിങ്ങളുടെ ഭവനം ഒരു അസാധാരണ ഭവനമായി തീരും. See, we should expect the unexpected. നമ്മൾ വിചാരിക്കും കർത്താവേ അങ്ങ് ഞങ്ങളുടെ സീസൺ മാറ്റുമ്പോൾ സമൃദ്ധി വെളിപ്പെടും. നോ, നമ്മൾ മനസ്സിലാക്കണം, അമ്മേ, സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ, നന്മ ഉണ്ടാകുന്നതിനേക്കാൾ മഹത്വവും സന്തോഷവുമാണ് ദൈവരാജ്യം വെളിപ്പെടുമ്പോൾ. നിന്റെ മുമ്പിൽ പോകുന്നത് ദൈവരാജ്യമാണെങ്കിൽ അതിനോട് കൂടെ സകലതും ദൈവം തരാമെന്നാണ് വാഗ്ദത്തം ചെയ്തത് അല്ലേ. ആദ്യ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിന്നോട് ചേർന്ന് വരും. നമ്മൾ ലോകത്തിൻ്റെ പുറകെ ഓടണ്ട, നമ്മൾ നന്മയുടെ പുറകെ ഓടണ്ട. God is going to open that season. എന്ന് പറഞ്ഞാട്ടെ, ദൈവം എന്ത് ചെയ്യാൻ പോവാ? ആ സീസൺ തുറക്കാൻ പോകുകയാണ്. ആരൊക്കെ വിശ്വസിക്കുന്നു? പറഞ്ഞാട്ടെ, അതിരം തുറന്ന് പറഞ്ഞാട്ടെ. എന്നെ നോക്കണ്ട, സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞാൽ മതി. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യേശുവിനോട്, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ, ഐ ബിലീവ് യു ആർ ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ഓഫ് മൈ സീസൺ. പരിശുദ്ധാത്മാവേ, ആ സീസണിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ വാതിലിനകത്തൂടെ കയറുന്നവർ ഒരു വഴിയിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. പിശാചിൻ്റെ വാതിൽ എങ്ങനെയാ? ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങോട്ടേ പോകത്തുള്ളൂ, പിന്നെ തിരിച്ചു വരത്തില്ല. പക്ഷെ യേശുവിൻ്റെ വഴി എങ്ങനെയാ? വാതിലെങ്ങനെയാ? നിങ്ങൾ കയറുകയും ഇറങ്ങുകയും പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്യത്തക്കവണ്ണം അവൻ ചില വാതിലുകൾ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതിനാൽ അതിരം തുറന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ, ആമേൻ. കയറുകയും ഇറങ്ങുകയും പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സീസണിനകത്തേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കണം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഏതാ ഈ സീസണിനകത്ത്? ദൈവം എന്താ പറഞ്ഞ്? ഈ സീസണിനകത്ത് ദൈവം പറയുന്നു, ആ നദിയുണ്ട്. ആമേൻ. നദി നിന്റെ തോടുകളെ
നനയ്ക്കുക മാത്രമല്ല, ഈ തോടുകളുടെ ഇരുവശത്തും എന്തുണ്ട്? വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങളിൽ എല്ലാ സീസണിലും വേണ്ടി എന്തുണ്ട്? 12 സീസൺ ഉണ്ടെങ്കിൽ, 12 മാസമുണ്ടെങ്കിൽ 12 വ്യത്യസ്ത ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന നദിയാ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്നത്. യു ആർ ഇൻ ദാറ്റ് സീസൺ. ദൈവം നമ്മളെ അതിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, നിന്റെ ഏതൊക്കെ മാസങ്ങളിൽ കൂടി നീ എഴുതി വെച്ചോ, എല്ലാ മാസത്തിലും നിനക്ക് വേണ്ടിയ നന്മ ഞാൻ പുറപ്പെടുവിക്കുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആ സീസണിന് വേണ്ടിയ ഫ്രൂട്ട്, ആമേൻ, ആ സീസണിന് വേണ്ടിയ നന്മ ദൈവം അവിടെ തുറന്നു തരും. ഈ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവം പറയുന്നു, സ്തോത്രം, നിന്റെ ഇന്നലത്തെ കുറിച്ച് നീ വിചാരപ്പെടേണ്ട, നഷ്ടപ്പെട്ടതിനെ നോക്കി നീ കരയേണ്ട, അതിനേക്കാൾ ശ്രേഷ്ഠമായത് മുന്നിലുള്ളതിനാൽ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നഷ്ടമായി പോയെന്ന് വിചാരിക്കണ്ട, നിനക്ക് ലാഭമാക്കി ദൈവം തരും. ആമേൻ. നഷ്ടമായി പോയെന്ന് നീ പറയണ്ട, ദൈവം നിന്നെ ലാഭമാക്കി തീർക്കുന്ന ദൈവം. ആമേൻ. നീ തകർന്നു എന്ന് പറയണ്ട, ഞാൻ ജീവനോടെ മടങ്ങി വരുമെന്ന് പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. എൻ്റെ മരണമല്ല, എൻ്റെ ജയമത്രേ. ഹല്ലേലൂയ. ആമേൻ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ എന്നോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം. ലോകത്തെ ജയിച്ചവൻ എന്നോട് കൂടെ ഉള്ളതിനാൽ നന്ദി പറയുന്നു. എന്നെ മരിപ്പാൻ അവൻ സമ്മതിക്കത്തില്ല, എൻ്റെ ദ്രവത്വം കാണാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ എന്നെ ജീവനിലേക്ക്, സമൃദ്ധിയേറിയ ജീവനിലേക്ക് അവൻ എന്നെ മടക്കി കൊണ്ടുവരുന്ന ദൈവമാകയാൽ he will restore you back. നിന്നെ മരിച്ച് അടക്കപ്പെട്ട് കുപ്പയിൽ ഒതുക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവം നിന്നെ ജീവനോടെ മടക്കി കൊണ്ടുവന്ന ഒരു സീസണാണ്. നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് അവിടെ നിന്ന് ഇവിടെ വരെ എഴുതി സ്തോത്രം ചെയ്തോ. കുപ്പയിൽ നിന്ന് നിന്നെ ഉയർത്തി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിന്നെ മാനിപ്പാൻ അവൻ സർവശക്തനായ ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്ലാനുകൾ, നമ്മുടെ പ്ലാനുകൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ഒത്തിരി പ്ലാനുകളുണ്ട്, നല്ലതാ, വേണം പ്ലാനുകൾ, ആഗ്രഹങ്ങൾ, ഡ്രീംസ് ജീവിതത്തിൽ വേണം. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ ചിലത് തുറന്നാൽ നിന്റെ പ്ലാനിനെ പോലും ഞാൻ മാറ്റിമറിക്കും. ഓ ഫിലിപ്പോസ് ശമരിയയിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ആത്മാവ് അവനെ എവിടെ കൊണ്ടുപോയി? ആത്മാവിൽ ഹല്ലേലൂയ ഷണ്ണൻ്റെ അരികിലേക്ക് കൊണ്ടുപോയെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ പ്ലാനിനെ തടയാൻ പറ്റത്തില്ല. ഓ, നീ പ്ലാൻ ചെയ്തതാ. ശമരിയയിൽ അത്ഭുതം നടക്കുക. ശമര്യക്കാർ ഇതുവരെ യേശുവിനെ കേട്ടിട്ടില്ല. അവിടെ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തികളും ആമേൻ ഹല്ലേലൂയ ഫിലിപ്പോസിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര വലിയ കാര്യം. പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, യുവർ സീസൺ ടൈം ഇസ് ഓവർ ഹിയർ. ഗോ ടു മീറ്റ് എ സ്പെഷ്യൽ പേഴ്സൺ. ഓ, ദൈവം ആത്മാവിൽ അവനെ കൊണ്ടുപോയി. ഞാൻ പറയട്ടെ, ആത്മാവിൽ ദൈവം എന്തെങ്കിലും ചെയ്താൽ നിനക്ക് പോലും തടയാൻ പറ്റത്തില്ല. യു കാനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. സ്തോത്രം. ആത്മാവ് നിന്നെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകണം. ചില സീസൺ അങ്ങനെ നിന്നെ ചിലയിടത്തേക്ക് കൊണ്ടുപോകുന്ന സീസൺ. എന്തിനാ? ചിലത് തുറന്നു കൊടുക്കേണ്ടതിന്, ചില മർമ്മങ്ങൾ തുറന്നു തരേണ്ടതിന്, ചില അധ്യായങ്ങൾ ചിലവർക്ക് തുറന്നു കൊടുക്കേണ്ടതിന്, ഇതുവരെ കൃപയിലേക്ക് വരാത്ത ചിലതിനെ ചില ശബ്ദം കേൾപ്പിക്കേണ്ടതിന് അവൻ നിന്നെ ചില ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്ന് നിർത്തും. പ്രവാചകനായ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, ആമേൻ, ചൂരച്ചൊടിയുടെ തണലിലും ഞാൻ നിനക്ക് നന്മ തരും. നീ എവിടെ ഇരുന്നാലും ഞാൻ നിനക്ക് വേണ്ടിയ പ്രൊവിഷൻ തരും. മരുഭൂമിയിലായിരിക്കുമ്പോഴും നിനക്കെന്തുണ്ട്? പ്രൊവിഷനുണ്ട്. പക്ഷെ വാഗ്ദത്ത ദേശത്ത് നീ ചിലത് കൈവശമാക്കേണ്ടതാ. ചിലത് കൈവശമാക്കാൻ ഈ ദിവസങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് പറയുന്നു, ചിലതിനെ കൈവശമാക്കേണ്ടതിന്. ആത്മാവേ, നന്ദിയോടെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. പ്രവാചക ശിഷ്യനെ ഹല്ലേലൂയ ആമേൻ, നിന്നെ ചിലതിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സ്ത്രീയുടെ ശബ്ദത്തിന്റെ കീഴിൽ പ്രവാചകൻ ഇതാ ഒരിടത്ത് ഒളിച്ചിരിക്കുക. ആമേൻ. ഇൻ ദ വേർഡ് ഓഫ് എ വുമൺ, നാളെ ഈ സമയമാകുമ്പോൾ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നുള്ള ശബ്ദം.
ചില ശബ്ദങ്ങൾ നിന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കും, ചില ചിന്തകൾ നിന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കും. അതിനേക്കാൾ നല്ലൊരു ശബ്ദം കേൾപ്പാൻ ഇവനെ പാറയുടെ അരികിൽ കൊണ്ടുവന്ന് ദൈവം ഇരുത്തിയിട്ട് പറഞ്ഞു, ആമേൻ, ദൈവത്തിൻ്റെ ശബ്ദം ദൈവം അവനെ കേൾപ്പിച്ചു. God, the prophet who heard the word of a woman. ഞാൻ ഏത് ഭാഗമാണ് വായിക്കുന്നത്? 1 രാജാക്കന്മാരുടെ പുസ്തകം, 1 Kings chapter 19, അതിൻ്റെ verse 1 ഒന്ന് വായിച്ചാട്ടെ. 1 Kings verse 19. 1 Kings chapter 19 verse 1. ഇസബേൽ, ആഹാബ് ആരോട് പറഞ്ഞു? ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ എന്താ പറഞ്ഞു? അപ്പോൾ ഇതാ ഒരു സ്ത്രീയുടെ ശബ്ദം പ്രവാചകനായ ഏലിയാവിൻ്റെ കാതിൽ കേൾക്കുകയാണ്. പ്രാർത്ഥിച്ച് കർമ്മേലിൽ തീയിറക്കിയവനാ. പക്ഷെ ഇതാ ഒരു സ്ത്രീയുടെ ശബ്ദത്തിന് മുമ്പിൽ വിറച്ചുകൊണ്ട് അടുത്ത് എന്തോ സംഭവിക്കുന്നു? ഹല്ലേലൂയ. അവിടുന്ന് അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെടെ താമസിപ്പിച്ചു. താനോ ഇതാ ഓടുകയാ. ആമേൻ. വെല്ലുവിളി കേട്ട് പ്രവാചകൻ എന്ത് ചെയ്യുകയാണ്? ഹീസ് റണ്ണിങ് അവേ ഫ്രം ഹിസ് പ്രോബ്ലം. ചിലതൊക്കെ നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ ഓടിപ്പോയ ഒരു സീസണുണ്ട്. കർത്താവേ, എനിക്കിതിനുള്ള ബലമില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയ ഒരു സീസൺ. ഇതിനോട് എനിക്ക് സംസാരിക്കേണ്ട എന്ന് തീരുമാനിച്ച ചില സമയങ്ങൾ, ഇതിനോട് എനിക്ക് പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞ ചില സീസണിൽ നിന്ന് ആത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നു, അങ്ങനെ അവൻ ചൂരച്ചുഴിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. യെസ്, ദൂതൻ എന്ത് ചെയ്തു? അവൻ തോറ്റു എന്ന് പറഞ്ഞെടുത്ത് ദൂതൻ അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം കഴിഞ്ഞ നാളുകൾ നമ്മളോട് സംസാരിച്ചതാ. പക്ഷെ എന്തില്ല, ആ ശബ്ദത്തിന് മുമ്പാകെ നാം നമ്മെ തന്നെ ആമേൻ തോറ്റവരെന്ന് വിധിച്ച് പറഞ്ഞെടുത്തുനിന്ന് ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം മടക്കി അവനെ കാണിക്കേണ്ടതിന് ഇത് ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ദൈവം ഒരിടത്തേക്ക് കൊണ്ടുപോകുക. 11-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ വായിച്ചാട്ടെ. പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുന്ന എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുക, ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ. ആമേൻ. യഹോവ അവനെ എവിടെ കൊണ്ട് നിർത്തി? ആമേൻ. ഒരു പർവ്വതത്തിന് മീതെ കൊണ്ട് നിർത്തി. എന്നിട്ട് ദൈവം അവൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയി. അവനെ ബന്ധിച്ച ആ വാക്കിൻ്റെ ബന്ധനത്തെ അഴിക്കേണ്ടതിന് ദൈവം അവനെ ഒരു പർവ്വതത്തിൻ്റെ മീതെ കൊണ്ട് നിർത്തി. എന്നിട്ട് ദൈവം എന്തോ സംസാരിച്ചു? ആമേൻ. ശക്തിയുള്ള ഒരു കാറ്റ്, കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. വാക്കിനാൽ ബന്ധിച്ചതിനെ വാക്കിനാൽ തന്നെ അഴിക്കുകയാണ് യേശു. നിന്നെ എങ്ങനെ ആരൊക്കെ എവിടൊക്കെയോ ബന്ധിച്ചോ ആ ബന്ധനത്തെ അഴിപ്പാൻ ദൈവം, യഹോവയായ ദൈവം ഇറങ്ങി വന്ന് വാക്കിനാൽ ഉള്ളതിനെ വാക്കിനാൽ തന്നെ അഴിക്കുകയാണ്. എന്നോട് കൂടെ വരണേ കേട്ടോ. നിന്നെ എങ്ങനെയൊക്കെ ശത്രു ബന്ധിച്ചോ ആ ബന്ധനത്തെ അഴിപ്പാൻ അതേ ഫോർമാറ്റിൽ ഇറങ്ങി വന്നു യഹോവയായ ദൈവം. അവനോട് പറഞ്ഞു, നിന്നെ ഒരു സ്ത്രീയുടെ വാക്കിലാണ് നീ ബന്ധിക്കപ്പെട്ടെങ്കിൽ ഇനി എൻ്റെ ശബ്ദം കേൾക്കുക, നീ പുറത്തു വരിക, നീ അവിടെ കിടക്കാനുള്ളവനല്ല. എങ്ങനെ കെട്ടിയോ അങ്ങനെ അഴിക്കുന്ന ദൈവമാ. നിന്നെ ചങ്ങലയിൽ ഇട്ടാണോ അവൻ ബന്ധിച്ചത്, ചങ്ങലയെ അഴിപ്പാൻ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വരും.
നിന്നെ വാക്കിനാലാണോ ബന്ധിച്ചത്, വാക്കിന്റെ ബന്ധനത്തെ അഴിപ്പാൻ യഹോവയുടെ വാക്ക് അവിടെ ഇറങ്ങി വരും. ഇന്ന് ഞാൻ ആരോടാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആരോ നിന്നെ നോക്കി പറഞ്ഞതും കെട്ടിയതും അതേ ഫോർമാറ്റിൽ ദൈവം ഇറങ്ങി വന്ന് അതിനെ അഴിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആരോ എവിടൊക്കെയോ നിന്നെ പറഞ്ഞു കെട്ടിയതാ, ആരെവിടൊക്കെയോ നിന്നെ ചങ്ങലയിലിട്ട് കെട്ടിയതാ, ആരെവിടൊക്കെയോ നിന്നെ മുഖമിട്ട് കെട്ടിയതാ. ഏതൊക്കെ രീതിയിൽ കെട്ടിയാലും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇന്ന് പുറത്തു വരട്ടെ. ഇന്ന് കെട്ടുകൾ അഴിയണം യേശുവിന്റെ നാമത്തിൽ. ദൈവം അഴിക്കുന്നത് അങ്ങനെ ഒന്നും ശേഷിക്കത്തില്ല. അവളുടെ വാക്കിനാൽ നീ ബന്ധിക്കപ്പെട്ടെങ്കിൽ യഹോവയുടെ വാക്കിനാൽ നീ പുറത്തു വരും. ഓ ഹല്ലേലൂയ. ശുദ്രപ്രയോഗമാണോ നിന്നെ ബന്ധിച്ചത്, ദൈവം അന്യായത്തെ അഴിക്കും. ഓ പാരമ്പര്യമാണോ നിന്നെ ഒതുക്കുന്നത്, ആ പാരമ്പര്യത്തെ അവൻ പിഴുതു കളയും. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തം മാത്രമല്ല, സകല ശാപങ്ങളെ അവൻ നീക്കിക്കളയും. അവൻ പാരമ്പര്യങ്ങളെ പിഴുതു കളയുന്ന ദൈവമാണ്. Hallelujah. So when the season comes, he will uproot something. നീ ഇതുവരെ കാണാത്തതും നിന്നിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നതും നീ അറിയാതെ നിന്നോട് പറഞ്ഞതും നീ അറിയാതെ നിനക്ക് മീതെ ചെയ്തതിൻ്റെ കെട്ടിനെ അഴിപ്പാൻ എൻ്റെ യേശുവിന് ഇറങ്ങി വന്നിട്ടുണ്ട്. You are in that season. നീ ഇവിടെ ജീവിക്കുന്നത് ആർക്കും ഇഷ്ടമാണോ? കുടുംബമായിട്ട് ജീവിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു അതിനെ അഴിക്കുന്ന ദൈവം. നീ നന്മ കാണത്തില്ലെന്ന് നീ വിചാരിക്കേണ്ട. നിന്നോട് പറയുന്ന ശബ്ദവും ആരോ പറഞ്ഞ ശബ്ദമാ. നീ നന്മ കാണത്തില്ലെന്ന് പറഞ്ഞത് നീ പറഞ്ഞതല്ല, ആരോ പറഞ്ഞതാ നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓ ആഹാബിന്റെ ശബ്ദം ആമേൻ ജെസബേലിൽ കൂടെ പറഞ്ഞെങ്കിൽ ജെസബേൽ പറഞ്ഞത് ഒരു ദൂതൻ മുഖാന്തരം പ്രവാചകൻ കേട്ടെങ്കിൽ ആ ശബ്ദത്തെ ഇന്ന് ആത്മാവ് വെട്ടി മാറ്റിയിട്ട് പറയുകയാണ്, അവൻ യഹോവയായ ദൈവമാകിയാൽ കർമ്മേലിൽ തീരിറക്കിയവന് നിന്നോടുകൂടെ യഹോവയുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഓ ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. മുമ്പിലുള്ളവരെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. പ്രവാചകനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 43-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ ഉള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികളെ ഉണ്ടാക്കുന്ന ദൈവമാ. ഞാൻ പുതുതൊന്ന് ചെയ്യുക. ഇൻ ദിസ് സീസൺ അവൻ പുതുതായിട്ടൊന്ന് ചെയ്യാൻ പോകുകയാണ്. ഹി ഈസ് ഗോയിങ് ടു നോട്ട് ഓൺലി റെസ്റ്റോർ യു, അവൻ പുതിയതായിട്ട് ചിലത് ചെയ്യാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്തു, അതിപ്പോൾ ഉത്ഭവിക്കും. പറഞ്ഞാട്ടെ, അതേപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളെയും ഉണ്ടാക്കും. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിൻ്റെ കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട്. ദൈവം നിനക്ക് വേണ്ടി ചിലതൊക്കെ തുറക്കുമ്പോൾ നിന്നോട് കൂടെ കുടിക്കാൻ പലരും വരും. അവിടെ എന്താ വായിച്ചത്? എന്തേ വാക്യമില്ലേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 20-ാം വാക്യം. സ്തോത്രം. വായിച്ചേ. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും എന്നെ ബഹുമാനിക്കും. ഇതുവരെ നിന്നെ ബഹുമാനിക്കാത്തവൻ നിന്നെ ബഹുമാനിക്കും.
ഓ കാട്ടുജാതിക്കാര്, ആമേൻ, കാട്ടുമൃഗങ്ങൾ, ആമേൻ, കുറുക്കന്മാർ, ഒട്ടക പക്ഷികൾ എന്നെ ബഹുമാനിക്കും. ആമേൻ, നിന്നെ ഇവരൊക്കെ ഒതുക്കാൻ നിന്നവനാ. അവനോട് പറയും വെള്ളമില്ല, എന്നാൽ ഇവന് വേണ്ടി ഞാൻ ഉറവയെ തുറക്കും ഇവനെ ബഹുമാനിക്കാൻ. ഓ, ആ വെളിപ്പാട് അകത്തോട്ട് കയറിയെങ്കിലേ സ്വോത്രം വരത്തുള്ളൂ. ഇവരാരെ ബഹുമാനിക്കണമെന്നൊന്നുമില്ല. ഇവരെല്ലാത്തിനെയും കടിച്ചു കീറുന്നവരാ അല്ലേ? ആരൊക്കെയാ? കാട്ടുമൃഗങ്ങൾ. ഇവർക്ക് എന്തെങ്കിലും റെസ്പെക്ട് ചെയ്യാൻ അറിയോ? കൾച്ചറില്ല. കാട്ടുമൃഗങ്ങൾക്ക് എന്തുവാ ഉണ്ടോ? നമ്മൾ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ മാറി നിൽക്കുവോ? വന്നിട്ട് ഒരു കടി തരും. കാട്ടുമൃഗങ്ങൾ. ആരാ? അടുത്തത് എന്തുവാ? കുറുക്കന്മാർ. കിട്ടിയ അടിച്ചു മാറ്റും അല്ലേ? കുറുക്കന്മാർ. അടുത്തത് എന്തുവാ? ഒട്ടക പക്ഷികൾ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴും ഇവന് ഉറക്കമില്ല. ഹേ ഷാറാഖാമാൻ. ചുമ്മാ ഒന്നുമല്ല വാക്യം വചനം എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടേക്ക് പോയെന്ന സമയം തീരും. ആമേൻ. ഇങ്ങനെയുള്ള ജന്തുക്കൾ നമ്മളോട് എന്ത് ചെയ്യും? ബഹുമാനിക്കും. പറഞ്ഞാട്ടെ, അവരെന്നെ ബഹുമാനിക്കും. ദൈവം എനിക്ക് വേണ്ടി ആ സീസണിലേക്ക് കയറാൻ പോകുകയാണ്. കള്ളന്മാരും കുറുക്കന്മാരും കാട്ടുപക്ഷികളും ആമേൻ കാട്ടുമൃഗക്കാരും ആമേൻ അവർ ആക്രമിക്കുന്നതിൻ്റെ നടുവിൽ അവരെന്നെ ബഹുമാനിക്കാൻ തക്കവണ്ണം ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ സീസണിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഓഹോ, ഹല്ലേലൂയ. എന്തിനാ ഈ സീസൺ? The season to earn your respect back. നിന്നെ ബഹുമാനിക്കാത്തവൻ നിന്നെ ബഹുമാനിക്കേണ്ടത്. പറഞ്ഞാട്ടെ, എൻ്റെ ബഹുമാനം മടങ്ങി വരും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. നമ്മളെ സമ്പത്തുണ്ടായാലും ബഹുമാനം കിട്ടത്തില്ല കേട്ടോ. ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് നോക്കിക്കേ. എത്ര സമ്പത്ത് കിട്ടിയാലും ബഹുമാനം കിട്ടണമെന്നില്ല. പക്ഷെ ബഹുമാനം മടക്കി തരും ദൈവം. യുവർ ഓണർ ഇസ് കമ്മിങ് ബാക്ക് ടു യുവർ ലൈഫ്. നിന്നെ ബഹുമാനിക്കേണ്ടവർ നിന്നെ ബഹുമാനിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ സമ്പത്ത് വരുമെന്ന് പറയുമ്പോൾ സ്തോത്രം പറയുന്നതിനേക്കാൾ കൂടുതൽ സ്തോത്രം പറയണം. ദൈവത്തിൻ്റെ ബഹുമാനം നിന്റെ മേൽ വരാൻ പോകുകയാണ്. ബിക്കോസ് വെൻ ഗോഡ് ഓണേഴ്സ് യു, എന്തോ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ദ ബീസ്റ്റ് ഓഫ് ദ ഫീൽഡ് ഷാൽ ഓണർ മീ. നിന്നെ ബഹുമാനിക്കത്തക്കവണ്ണം ദൈവം നിന്നെ ഒരു സീസണിനകത്തോട്ട് കയറ്റും. എന്നിട്ട് പറയും, നീ ഇവിടെ വരിക, നിന്നെ എനിക്കൊന്ന് ആദരിക്കാനുണ്ടെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലതിൻ്റെ കെട്ടിനെ അഴിക്കുക. ഓ, കാട്ടുപക്ഷിയുടെയും മൃഗത്തിൻ്റെയും ഹല്ലേലൂയ കോലാട്ടകുട്ടന്മാരുടെയും നടുവിൽ ദൈവം ചിലതിൻ്റെ കെട്ടിനെ അഴിച്ചിട്ട് പറയുകയാണ്, നിന്നെ ബഹുമാനിക്കുന്ന ഒരു കാലത്തിലേക്ക്, ഒരു സീസണിനകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. സോ ആസ്ക് ദ ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സീസണിനകത്ത് ദൈവം ചിലതിനെ റിസ്റ്റോർ ചെയ്യും. പറഞ്ഞ ദൈവം എന്ത് ചെയ്യും? റിസ്റ്റോർ ചെയ്യും. ആമേൻ. റിസ്റ്റോർ ചെയ്യുക മാത്രമല്ല, ബഹുമാനം മടക്കിത്തരും. ആമേൻ, ഹല്ലേലൂയ. ഈ തീച്ചൂളയുടെ നടുവിൽ നിനക്ക് റെസ്റ്റോറേഷനും ഓണറും നിനക്ക് മടക്കി തരുമ്പോൾ ദൈവം പറയുന്നു, നിന്നെ ഒരു പുതിയൊരു താക്കോലിൻ്റെ വഴികളെ ദൈവം തുറന്നു തരും. നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഇതുവരെ കാണാത്ത ഒരു ബഹുമാനം ആചരിക്കേണ്ടതിന് ദൈവം പറയും, ഞാൻ എന്തോ അയക്കാൻ പോകുകയാ. ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ ലാറ്റർ റെയിൻ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം. ഹല്ലേലൂയ. പിന്മഴയുടെ കാലത്ത് യഹോവയുടെ മഴയ്ക്കായി അപേക്ഷിക്കുക. മുൻമഴ പെയ്തെങ്കിൽ ഒരു പിന്മഴയ്ക്കായി ഒരുങ്ങുക. കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ദൈവകൃപയ്ക്കപ്പുറം ഒരു പുതിയൊരു മഴയ്ക്കായി the latter rain is coming upon you in Jesus name. ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഭവനത്തിൽ പെയ്ത മഴകളുണ്ട്. നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടിയ നന്മകളുണ്ട്. ദൈവം ഒരു പുതിയൊരു മഴയ്ക്കായി ഒരുങ്ങുക. ഈ സീസൺ നീ ഒരു പുതിയൊരു മഴ കണ്ട് ആരംഭിക്കും. ഒരു കൊയ്ത്തിനായി നീ ഒരുങ്ങിക്കൊള്ളുക. ഒരു സീസണായി ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് പറയുന്നു, ഐ ആം ഗോയിങ് ടു സെൻഡ് മൈ ലാറ്റർ റെയിൻ. ആമേൻ. മുൻമഴ പെയ്തെങ്കിൽ, ഓ ഹല്ലേലൂയ, ഞാനൊരു മുൻമഴ അയക്കാൻ പോകുന്ന, പിന്മഴ അയക്കാൻ പോകുന്ന ദൈവമാകിയാൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഭവനം, ആമേൻ, ഒരു പഴയൊരു മഹത്വം കണ്ട് ഓർമ്മയുണ്ടല്ലേ? ഇസ്രായേൽ ജനത്തിന് പഴയ ആലയത്തിൻ്റെ മഹത്വം കണ്ടൊരു ഓർമ്മയുണ്ട്. പക്ഷെ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് തട്ടി ഉണർത്തിയിട്ട് പറയുകയാണ്, പണ്ട് കണ്ടതിൻ്റെ മഹത്വത്തെക്കാൾ വലിയൊരു മഹത്വത്തിനായി ഒരുങ്ങിക്കൊള്ളുക.
ഓ, പണ്ട് കണ്ടതിനേക്കാൾ വലിയൊരു മഹത്വത്തിനായി ഒരുങ്ങിക്കൊള്ളുക. ചിലർ പറയും, യോ പ്രായമായ സമയമായി. നോ, ഇറ്റ്സ് യുവർ സീസൺ ഓഫ് ലാറ്റർ റെയിൻ. ഒരു പിന്മഴയ്ക്കായി. സീസൺ ഫോർ എ റെയിൻ ടു കം അപ്പോൺ യു. ഒരു പിന്മഴയ്ക്കായി നീ ഒരുങ്ങിക്കൊള്ളുക. അവൻ നിന്നെ നനയ്ക്കുന്ന ദൈവമാണ്. The latter rain is coming upon you. ആമേൻ. നീ ഇതുവരെ പ്രാർത്ഥിച്ചത് കർത്താവേ എന്നെ നടത്തണമേ എന്നായിരിക്കും. നീ ഇതുവരെ പ്രാർത്ഥിച്ച കർത്താവേ എന്നെ ഉയർത്തണമേ എന്നായിരിക്കും. പക്ഷെ ദൈവം പറയുന്നത് നിനക്ക് റെസ്റ്റോറേഷനും ഓണറും മടക്കി തന്നിട്ട് ദൈവം പറയുക, ഞാനൊരു പുതിയൊരു മഴ അയക്കാൻ പോകുകയാണ്. ബിക്കോസ് യു പ്രേഡ്. നീ പ്രാർത്ഥിച്ചത് കൊണ്ട്. നീ ചിലതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിനു വേണ്ടി നീ ജാഗരിച്ചു, ചിലതിനു വേണ്ടി നീ നിലവിളിച്ചു, ചിലതിനു വേണ്ടി നീ ഉപവസിച്ചു. ദൈവം ആർക്കും കടക്കാരനല്ല. അവൻ എഴുതി തള്ളുന്ന ദൈവമല്ല. അവൻ ഓർമ്മ വെച്ച് നിന്റെ പ്രാർത്ഥനയ്ക്ക് മടങ്ങി തരും. നിന്റെ കണ്ണുനീരിന് അവൻ മടക്കി തരുന്ന ദൈവമാണ്. He will restore you. എന്തിനാ ദൈവം പറയുന്നത്? ഏലിയാവിന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. മഴ പെയ്യാതിരിക്കേണ്ടതിന് 3 സംവത്സരം, ആമേൻ, 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പറഞ്ഞാട്ടെ, എന്തോ വിളയും? ധാന്യം വിളയും. ആൻഡ് ദി എർത്ത് ബോത്ത് ഫോർത്ത് ഹെർ ഫ്രൂട്ട്സ്. 3.5 വർഷം കെട്ടിക്കിടന്ന നന്മയെ ദൈവം ഇതാ നിനക്ക് വേണ്ടി തുറക്കുന്നൊരു സീസൺ. കഴിഞ്ഞ നാളുകളിൽ 3.5 വർഷത്തിന്റെ കെട്ടിനെ അഴിച്ച് ഒരുവന്റെ മീതെ ദൈവം ഇതാ പുതിയൊരു മഴ അയക്കുക. ഓ, കം ഇൻടു ഇറ്റ്. ആമേൻ. ഈ സീസണിനകത്ത് നികറുമ്പോൾ കഴിഞ്ഞ 3.5 വർഷത്തെ കെട്ടിനെ അഴിച്ച് നീ പുറത്തു കൊണ്ടുവരികയാണ്. ഓ, ഇന്ന് 2025 ഒക്ടോബർ ആണെങ്കിൽ 3.5 വർഷത്തെ കെട്ട് 2022 നിന്നെ ബന്ധിച്ച കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. ഓ, അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ. കഴിഞ്ഞ 3.5 വർഷത്തിന് മുന്നേ നിന്റെ ഭവനത്തെ കെട്ടിയത് അഴിയണം യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ 3.5 വർഷത്തിന് മുമ്പേ നിന്റെ മേൽ അടഞ്ഞ എല്ലാ വഴികളും സമൃദ്ധിയും മഹത്വവും മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. I pray that God will open the windows of heaven and restore your honor. ദൈവം മടക്കി തരിക. സീസൺ മടക്കി തരിക. 3.5 വർഷത്തെ കെട്ടുണ്ട് ഒന്ന് യേശുവിന്റെ നാമത്തിൽ. എഴുന്നേറ്റ് നിന്നാട്ടെ. We are going to pray together. ആരാധന. എല്ലാവരും കൈകോർത്ത് പിടിച്ചാട്ടെ. Hold your hands together. Everyone, come close. Come close. Abshamana Hansana Rikabara Voshama. Oh, we are going to break a big chain. Oh, ഒരു ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഓ, നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ, ഞങ്ങളുടെ ഭവനത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പ, ഞങ്ങളുടെ തലമുറകളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പ. അങ്ങയുടെ രാജ്യം വരണം. അങ്ങയുടെ ഇഷ്ട സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണം. ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്താട്ടെ. അത് അതിരം തുറന്ന് നന്ദി പറഞ്ഞാട്ടെ. ഓ, ഷാഹമന ഹസര ആരാധന. ഓ, ഒരു ബിഗ് ചെയിൻ അഴിഞ്ഞു മാറുക. ഓ, സഭയ്ക്കെതിരെ പറഞ്ഞതും ജീവിതത്തിനെതിരെ പറഞ്ഞതും തലമുറകൾക്കെതിരെ പറഞ്ഞതും നിന്റെ ജോലിക്കെതിരെ പറഞ്ഞതും നിന്റെ സമ്പത്തിനെതിരെ പറഞ്ഞതും നിന്റെ ഭവനത്തിനെതിരെ പറഞ്ഞതും നിന്റെ ഭാവിക്കെതിരെ പറഞ്ഞതും എല്ലാ ശബ്ദങ്ങളെയും
നസ്രയനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. ഒരു വിടുതലിന്റെ സീസണിലേക്ക്, ഒരു ഉയർച്ചയുടെ സീസണിലേക്ക്, ഒരു സമൃദ്ധിയുടെ സീസണിലേക്ക്, ഒരു സൗഖ്യത്തിന്റെ സീസണിലേക്ക് തുറന്നു വരുന്ന ദൈവപ്രവർത്തി. ഓ, ഒരു മുൻമരയുടെ അനുഭവത്തെക്കാൾ ഒരു പിന്മഴയുടെ അനുഭവം വെളിപ്പെടുന്നതിന് വചനം പറയുന്നു, അതേ കർത്താവേ, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പറഞ്ഞാട്ടെ, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. And the earth brought forth her fruit. അതേ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഫലം വെളിപ്പെട്ടു വരുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. We break that curse. ആ ശാപത്തിന്റെ കെട്ടുകൾ, പൈശാചികന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അത് നീങ്ങട്ടെ. പാരമ്പര്യമായി ഒതുക്കുന്ന എല്ലാ കരങ്ങളും അഴിഞ്ഞു മാറണം. Anointing shall break every yoke. Shakaba raba 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 shabara hasaba raba raba sigane gane gane ribana ma shandana radana. നിന്റെ മേലുള്ള ബന്ധനങ്ങളെ അഴിഞ്ഞു മാറുകയാണ്. The year of 2025 ends. നീ ഇതുവരെ കാണാത്ത 2026ലും ഒരു സമൃദ്ധിയുടെ ഫലം കാണുന്ന ഒരു സീസണിലേക്ക് റിലീസാകുന്നതിനാൽ ഒന്നിച്ച് യെരിഹോ മതിലിന്റെ മുമ്പിൽ നിന്നപ്പോൾ പെട്ടകം ചുമന്നവർ മാത്രമല്ല, ഇസ്രായേൽ ജനം ഒന്നിച്ചാർത്തു എന്ന് പറയുന്നു. At the term of 1, 2, 3 നമ്മൾ ഒന്നിച്ച് ഹല്ലേലൂയ പറയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ 1, 2, 3 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കരങ്ങളെ അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. യെരിഹോ മതിൽ നമ്മളുടെ മുമ്പിൽ പിളർന്നു മാറട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ നാമത്തിൽ. I break it in Jesus name. പരിശുദ്ധാത്മാവേ, he is here today. അവൻ ചങ്ങലകളെ അഴിച്ചു കളയുന്നു. 3.5 വർഷം നിന്നെ കെട്ടിയതും നിന്നെ ഒതുക്കിയ സീസണിൽ നിന്ന് ഒരു ഫ്രീ ആകുന്ന സീസണിലേക്ക് I release that bondage today. നിന്റെ ഭവനത്തിനകത്തുന്നത് come out. ആത്മാവത് ഇറക്കി വിടുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ജയം തന്ന ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.